പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമും വേദയും ഗുണ്ടകളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതിന് ശേഷം കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ കാട്ടിലാണെങ്കിൽ പോലും ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. കാട്ടിൽ അകപ്പെട്ടത് കൊണ്ട് തന്നെ ഇന്ന് ഏതായാലും പുറത്ത് കടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. കാരണം വേദയുടെ കാലിൽ മുറിവായത് കൊണ്ട് തന്നെ വേദയ്ക്ക് കറക്റ്റായിട്ട് നടക്കാൻ പോലും പറ്റില്ലല്ലോ. വേദക്ക് മുറിവ് വേദനിച്ചതുകൊണ്ട് തന്നെ വിക്രം ഏതായാലും അവിടെ നിന്ന് കാട്ടിൽ നിന്ന് കുറച്ച് പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ചിട്ട് മരുന്നിങ്ങനെ മുറിവിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നൊക്കെയുണ്ട്. അതെല്ലാം വെച്ച് കെട്ടിക്കൊടുക്കുന്ന സമയത്തായിരിക്കട്ടെ മുറിവിൻ്റെ വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ വേദക്ക് കിട്ടുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും കാട്ടിലകപ്പെട്ടെങ്കിൽ പോലും കുറേ നേരമായിട്ട് വേദ 2 ദിവസമായിട്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേദക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയും. വെള്ളം പോലും കുടിക്കാത്തത് കൊണ്ട് തന്നെ വേദക്ക് നല്ല ദാഹവും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ഷീണമുണ്ടാവും. വേദയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തേടുന്നുണ്ട്. ചുറ്റും നോക്കുന്ന സമയത്ത് തന്നെ കാട്ടുപഴങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ വിക്രം കാണുന്നില്ല. അങ്ങനെ വേദക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ തൊട്ടടുത്തുള്ള കായലിലേക്ക് പോവാണ് വിക്രം. അവിടെ പോയിട്ട് കുറച്ചധികം മീനിനൊക്കെ പിടിച്ചുകൊണ്ട് വരും. മീനൊക്കെ പിടിച്ചതിന് ശേഷം വിക്രം ഏതായാലും വേദയെ കൂട്ടിക്കൊണ്ട് ഒരു പാറക്കെട്ടിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് മാത്രമല്ല വേദയെ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. അതിനുശേഷം വിക്രം പോയിട്ട് കുറേ അധികം വിറകൊക്കെ പെറുക്കിയിട്ട് വരും. അങ്ങനെ പെറുക്കി കൊടുന്ന വിറകെല്ലാം കൂട്ടിയിട്ടതിന് ശേഷം തീ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു മീനിനൊക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട് വേദക്ക്. അങ്ങനെ മീനൊക്കെ ചുട്ട് കഴിയുമ്പോഴേക്കും രാത്രി കുറേ അധികം ഇരുട്ടിയിട്ടുണ്ടാവും. കാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുമല്ലോ. വിക്രം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വേദ ഇങ്ങനെ കണ്ണുമ വെട്ടാതെ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വേദക്കാണെങ്കിൽ കാല് പോലും അനക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേദ അവിടെ ഇരുന്നിട്ട് അതെല്ലാം അങ്ങനെ നോക്കിക്കാണാണ്. അങ്ങനെ മീനെല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം വിക്രം അത് വേദക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിക്കുന്ന സമയത്തായിരിക്കട്ടെ വേദക്ക് ചെറിയൊരു ആശ്വാസമാവുന്നത്. അങ്ങനെ തൽക്കാലം വിക്രമും വേദയും ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പിന്നീട് അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. വേദ ഇങ്ങനെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അത് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? എങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ട് സാക്ഷി പറയുമായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കും. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് നിങ്ങൾക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രം. അന്നേരം വേദ പറഞ്ഞിട്ട് ഒരിക്കലുമല്ല, എൻ്റെ മനസ്സിൽ മറ്റു പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വാസവൻ എന്നോട് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്കെതിരായിട്ട് ഞാൻ സാക്ഷി പറഞ്ഞില്ലെങ്കിൽ പിന്നെ വാസവൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെങ്ങാനും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വാസവൻ്റെ ഗുണ്ടകൾ ചേർന്ന് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയമായിരുന്നു എനിക്ക്. ആ ഒരു ഭയം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞത്. അല്ലാതെ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞിട്ട് നിങ്ങളെ കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അന്നേരം വേദയുടെ ആ ഒരു നല്ല മനസ്സ് വിക്രം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രം പറയുന്നുണ്ട്, നീ ഏതായാലും അത് ഇനി കാര്യമാക്കി എടുക്കൊന്നും വേണ്ട. പിന്നെ ദർശൻ വക്കീൽ കോടതിയിൽ കയറിയിട്ട് നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ദർശൻ വക്കീൽ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്ന സമയത്തിന് അത് കണ്ടപ്പോൾ എനിക്കും ഒരുപാടധികം വിഷമായി. എന്നോടുള്ള പ്രതികാരമൊക്കെ നിന്റെ മനസ്സിലുണ്ടായിരിക്കും, പക്ഷേ നീ ഒരിക്കലും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറയാണ് വിക്രം. വിക്രം ഇങ്ങനെ തമാശ രൂപത്തിൽ പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് ദർശൻ വക്കീൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരിക്കലും എനിക്കതൊരു വിഷമമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അന്നേരം അതെന്താ കാരണം എന്നിങ്ങനെ വിക്രം ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാണ് അന്ന് ആ വാസവൻ MLA മകനെ അടിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി. ഒരു പക്ഷേ ആ സത്യമെല്ലാം ദർശൻ അറിഞ്ഞതിന് ശേഷം തന്നെയായിരിക്കും ദർശൻ ഈ കേസ് ഏറ്റെടുത്തത്. അച്ഛനും ചിലപ്പോൾ ഈ സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തന്നെയായിരിക്കും ദർശനെ ഈ ഒരു കേസ് ഏറ്റെടുപ്പിക്കാൻ പ്രേരിപ്പിച്ചതും. ഇപ്പോൾ ദർശൻ നിങ്ങളേതായാലും ജാമ്യത്തിൽ ഇറക്കിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ദർശൻ എന്നോട് കോടതിയിൽ വെച്ച് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ എനിക്ക് യാതൊരു ദേഷ്യവുമില്ല എന്നൊക്കെ പറയാണ് വേദ. എന്നാൽ വേദ സത്യമെല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിക്രം ചോദിക്കുന്നത്, അല്ല നിന്നോടാരാ ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് മറ്റാരുമല്ല, ആ വാസവൻ MLA തന്നെയാണ് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അയാളുടെ മകൻ ഏതായാലും ഇങ്ങനൊരു നീചനാണ്, ഇങ്ങനൊരു വൃത്തികെട്ടവനാണെന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അവൻ ആ പെൺകുട്ടിയോട് വളരെ മോശ രീതിയിൽ പെരുമാറിയത് കൊണ്ടല്ലേ, അവളെ പിച്ച് ചീന്തിയത് കൊണ്ടല്ലേ നിങ്ങൾ അവനോട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത്. ഏതായാലും അവൻ അങ്ങനെ തന്നെ വേണം. അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് നിങ്ങൾ അവനക്ക് കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന അവന് ഇങ്ങനെയുള്ള ശിക്ഷ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നതും. അല്ലാതെ കോടതി കയറിയാലും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരിക്കലും അവൻ ഇങ്ങനെ ശിക്ഷയൊന്നും കിട്ടില്ല. പിന്നെ അവർക്ക് ഒരുപാടധികം പിടിപാടുള്ളത് കൊണ്ട് തന്നെ എത്ര കേസാണെങ്കിലും അവരങ്ങ് ഊരിപ്പോന്നേനെന്നും പറയും. വേദ ഏതായാലും സത്യം മനസ്സിലാക്കിയല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരിക്കട്ടെ വിക്രം അതിനെ പറ്റിയിട്ട് പിന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ കുറേ രാത്രിയാവുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, നിനക്ക് ഒരുപാടധികം ക്ഷീണമുള്ളതല്ലേ, ഇനിയിപ്പോൾ നിനക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെങ്കിൽ നിനക്ക് കിടക്കണമെന്ന് വെച്ചാൽ കടന്നോളൂ എന്ന് പറയും. വിക്രം ഏതായാലും വേദക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു ചെറിയ രീതിയിൽ സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ അധികം വിറകുകളൊക്കെ പെറുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറേയൊക്കെ ഇലയൊക്കെ വിരിച്ചിട്ട് ഏകദേശം ഒരു പായ പോലെ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദ തൽക്കാലം അവിടെ കിടക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേദയുടെ ശരീരമൊക്കെ അങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ വേദക്ക് ഒട്ടും വയ്യ. വേദക്ക് നന്നായിട്ട് തന്നെ പനി വരുന്നുണ്ട്.
വിക്രം വേഗം തന്നെ വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് വേഗം ഒരു തുണി എടുത്തിട്ട് നനച്ചിട്ട് അതിങ്ങനെ നെറ്റിയിലൊക്കെ വെച്ചു കൊടുക്കും. അങ്ങനെ വേദ അവിടെ കിടന്നുറങ്ങുന്ന സമയത്തിന് വേദയ്ക്ക് കാവലായിട്ട് വിക്രം അവിടെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ. കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വേദ എഴുന്നേറ്റ് പറഞ്ഞിട്ട് വിക്രം ഇനി കുറച്ചു നേരം ഇവിടെ കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് കൊടുക്കും. അങ്ങനെ വിക്രം അവിടെ കിടന്നുറങ്ങുന്ന സമയത്തിന് വിക്രത്തിന് കാവലായിട്ട് വേദ അവിടെ ഇരുന്ന് കൊടുക്കും. വിക്രം കിടന്നുറങ്ങുന്ന സമയത്തിന് വേദ അത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വിക്രമിനെ തന്നെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന സമയത്തിന് വേദയുടെ മനസ്സിൽ വിക്രത്തിനോട് ഒരു ചെറുതായിട്ടുള്ള ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഒരു വിധത്തിൽ രണ്ടുപേരും അങ്ങ് നേരം വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പിറ്റേ ദിവസം രാവിലെ ആയ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്നും രക്ഷപ്പെടണം എന്നൊരൊറ്റ ചിന്തയായിരിക്കും രണ്ടുപേർക്കും. വിക്രം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഗുണ്ടകൾ ഏതായാലും ഇവിടെ വളഞ്ഞു നിൽക്കുമല്ലേ, അവരേതായാലും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരേതായാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീടിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്തിൻ്റെ ഗുണ്ടകൾ അവരെ തേടിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വിക്രമിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് വേദ ഇങ്ങനെ നടക്കുകയാണ്. വിക്രത്തിന് എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്നൊരൊറ്റ ലക്ഷ്യമായിരിക്കും. എന്നാൽ വേദക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം വിക്രത്തിനോടൊപ്പം കുറച്ചു നേരം കൂടി ഈ ഒരു കാട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വേദക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. വിക്രത്തിൻ്റെ ഒപ്പമുള്ള ഓരോ നിമിഷവും വേദ ഇങ്ങനെ ആസ്വദിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ വേദക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് യാതൊരു ചിന്തയും ഉണ്ടാവില്ല. ഇവരേതായാലും കാടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ ചിന്തിച്ച് കുറേ ദൂരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കുറേ നല്ല ഭംഗിയുള്ളൊരു പൂക്കളുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണുന്ന സമയത്തിന് വേദ ഇങ്ങനെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, ഈ പൂക്കളെല്ലാം തന്നെ എനിക്ക് പറിച്ചു തരൂ, അതിനുശേഷം ഈ ഒരു പൂക്കളൊരു മാലയായിട്ട് കെട്ടിത്തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറഞ്ഞിട്ട് ഈ നേരത്തെ ഞാൻ നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കില്ലേ, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കട്ടെ, ആ ഗുണ്ടകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണമെന്നൊക്കെ പറയാണ് വിക്രം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ രണ്ടുപേരും ശവമായിരിക്കും ഇവിടെ വീഴാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെടും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അല്ലെങ്കിലും എനിക്കിത് വേണം, ഞാൻ ഏതായാലും നിങ്ങളുടെ കൂടെ ഒന്നും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും. വിക്രം പറയുന്നുണ്ട്, ദേ വേദ, നീ വെറുതെ സാഹചര്യം അറിയാതെ ഇങ്ങനെ കുട്ടിക്കളിക്കൊന്നും നിൽക്കല്ലേ, നീ മര്യാദക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോരാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ വിളിക്കുന്ന സമയത്തിന് വേദ വാശി പിടിച്ച് നിൽക്കണേ. ഇല്ല, ഞാൻ വരില്ല, എനിക്ക് ഏതായാലും ഈ പൂമാല കിട്ടാതെ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് വേദ അവിടെ വാശി പിടിച്ച് നിൽക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട് ആയിക്കോട്ടെ, എന്നാൽ പിന്നെ നീ ഇവിടെ നിന്നോ, ഞാൻ ഏതായാലും എൻ്റെ പാട് നോക്കിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ പോവാൻ നോക്കുന്ന സമയത്തിന് വേദ പറയുന്നിട്ട് ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോ, ഞാൻ ഏതായാലും ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഞാൻ ഏതായാലും ഇതില്ലാതെ വരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവിടെ തന്നെ നിൽക്കാണ്ടോ വേദ. വിക്രം ഏതായാലും വേദ അവിടെ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് മുന്നിലേക്ക് അങ്ങനെ നടന്നു പോവാണ്. വേദ വിചാരിക്കുന്നത് വിക്രം ഏതായാലും തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് തന്നെ വരുമെന്നൊക്കെ പ്രതീക്ഷയോടെ വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും വേദ. പക്ഷേ വിക്രം അങ്ങനെ കുറേ ദൂരം മുന്നിലേക്ക് അങ്ങ് നടന്നു പോവാണ്. അങ്ങനെ വിക്രമിനെ കുറേ നേരമായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ വേദ ആകെ പേടിച്ചു പോവാണ്. ആ കാട്ടിൽ വിക്രം പോലും ഇല്ലാതെ താൻ ആകെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്ക് ആകെ പേടിയാവാൻ തുടങ്ങും. വേദയാണെങ്കിൽ ആ ഒരു വയ്യാത്ത കാലം വെച്ചിങ്ങനെ ഞൊണ്ടി നടക്കാണ്. വിക്രം, ദേ തമാശ കളിക്കല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാനിവിടെ ആകെ ഒറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വേദ പേടിച്ചിങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. കുറേ നേരം വിക്രം അങ്ങോട്ടേക്ക് തിരികെ വരാത്തത് കൊണ്ട് തന്നെ വേദക്ക് ശരിക്കും അങ്ങ് പേടിയാവാന്ന് മാത്രമല്ല വേദ അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. കാരണം ആ ഒരു കാട്ടിൽ ആരും തന്നെ ഇല്ലല്ലോ, വിക്രം ശരിക്കും തന്നെ ഒറ്റപ്പെടുത്തി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കട്ടെ വേദ. അങ്ങനെ വിക്രമിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ വേദ കുറേ അധികം ദൂരം നടക്കുന്നുണ്ട്. കുറേ നടന്നപ്പോഴേക്കും വേദയുടെ കാല് നന്നായിട്ട് അങ്ങ് വേദനിക്കും. വേദ കാല് വേദനിച്ചിട്ടും കരയാൻ തുടങ്ങും. കുറേ ദൂരം നടന്നു നോക്കുന്ന സമയത്തിന് വേദയുടെ കാലും വേദനിച്ച് വേദ അങ്ങനെ കുറേ ദൂരം നടക്കും. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം കുറേ അധികം വന്യമൃഗങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങുന്ന സമയത്തിന് വേദ അങ്ങനെ പേടിച്ച് കരയായിരിക്കും. അങ്ങനെ കുറേ ദൂരം നടന്ന് ആകെ ക്ഷീണിച്ച് വലഞ്ഞുകൊണ്ട് തന്നെ വേദ അങ്ങനെ ക്ഷീണിച്ച് ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ഒരാളുടെ കൈ വന്നിട്ട് വേദയുടെ തോളത്തങ്ങ് പിടിക്കുന്നത്. അതോടുകൂടി തന്നെ വേദ ആകെ പേടിച്ച് വിറച്ച് അങ്ങ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്തിന് അത് മറ്റാരുമായിരിക്കില്ല, വിക്രമായിരിക്കും. എന്നാൽ പെട്ടെന്ന് അവിടെ വിക്രത്തിനെ കണ്ടതോടുകൂടി തന്നെ വേദക്ക് സങ്കടവും സന്തോഷവും അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. വേദക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് വിക്രമിനെ എങ്ങനെ നിർത്താതെ ഇട്ട് അടിക്കുന്നൊക്കെയുണ്ട്. കുറേ അധികം കരയുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രത്തിനെ ഇങ്ങനെ നിർത്താതെ ഇട്ട് അടിക്കുന്നൊക്കെയുണ്ട് വേദ. തന്നെ ഒറ്റക്കാക്കി പോയതിൻ്റെ ദേഷ്യത്തിൽ വേദ ഏതായാലും വിക്രത്തിനെ ഇങ്ങനെ നിർത്താതെ ഇട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം വേദ ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ്. വേദ കരഞ്ഞുകൊണ്ടത് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിക്രം നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ വെറുതെ ഒരു തമാശക്ക് എൻ്റെ ചെറിയൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, എന്നാലും ഈ ഒരു നിസാര കാര്യത്തിന് ഈ ഒരു പെരുങ്കാട്ടിൽ നിങ്ങൾ എന്നെ ഒറ്റക്കാക്കി പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദ ഭയങ്കര കരച്ചിലായിരിക്കും. വേദയുടെ കരച്ചിലെല്ലാം കാണുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും വേദയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നത്. ശരിക്കും വേദ ആ ഒരു പൂ ചോദിച്ച സമയത്തിന് വിക്രം പോയിരിക്കുന്നത് ആ ഒരു പൂവൊക്കെ പെറുക്കിയിട്ട് മാല കോർക്കാൻ വേണ്ടി തന്നെയായിരിക്കും. വേദ വിക്രമിനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്തെല്ലാം തന്നെ വിക്രം വേദക്ക് വേണ്ടിയിട്ട് മാല കോർക്കുമായിരുന്നു. അങ്ങനെ വേദ കുറേ അധികം പരാതികളൊക്കെ പറഞ്ഞങ്ങനെ കരയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വിക്രം ആ ഒരു പൂമാലയൊക്കെ കാണിച്ചു കൊടുക്കട്ടോ വേദക്ക്. അത് കാണുന്ന സമയത്തിന്
വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു പൂമാലയും പിടിച്ചുകൊണ്ടതിനെ വേദ ഇങ്ങനെ വിക്രമിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.